വെരി മോർണിംഗ് എല്ലാവർക്കും വെരി മോർണിംഗ്. വെരി നൈസ് ഡേ. ഹാപ്പി 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 എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. പിന്നെ എന്നോട് 2 ദിവസം മുന്നേ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ മോൻ എൻ്റെ കോളേജിൽ എൻ്റെ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടാകുമ്പോൾ കോളേജിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാൻ കാണിച്ച ഒരു മനസ്സ്. അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, നേരിട്ട് ചോദിച്ചിട്ടില്ല. അപ്പം എനിക്ക് അന്നും ഇന്നും അദ്ദേഹം വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പം ഞാൻ എന്താണ് എൻജിനീയറിംഗ് കോളേജിൽ നടന്നതെന്ന് വളരെ ചുരുക്കി പറയാം, അതായത് നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന പോലെ. പിന്നെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ എന്തെങ്കിലും രേഖ സംസാരിച്ച് വരുമ്പോൾ നിൻ്റെ കയ്യിൽ അതുണ്ടോ ഇതുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ട്, കൃത്യമായ ഐഡൻറ്റിറ്റിയോട് കൂടി വന്നാൽ കോപ്പി തരാം. ഓക്കെ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി. അതിലിട്ടാൽ പറയും ബിസിനസ് മൈൻഡാണ്, പല വൃത്തികേടും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാനാണ്. അല്ല, ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വെക്കുന്ന ചില സംഭവങ്ങളാണ്. അതിൻ്റെ എല്ലാ തലത്തിലേക്കും പോകാൻ പറ്റൂല, പക്ഷേ ഒരു ഇൻസിഡൻറ്റിൻ്റെ തുടക്കം എന്താണെന്ന് പറയാനാണ് ഈ വീഡിയോ. ആവുന്നത്ര ക്ലാരിറ്റിയോടുകൂടി പറയാനാണ് ശ്രമിക്കുന്നത്. അതായത് കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പറശ്ശിനിക്കടവ്, അവിടെ ഞാൻ 13 വർഷമായിട്ട് ട്രേഡ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ത്രൂ പ്രോപ്പർ ചാനൽ പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി വന്ന ആളാണ്. അപ്പം എൻ്റെ സർവീസ് 2004 ആരംഭിച്ചു, 10-22 വർഷമായി. അപ്പം ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ സർവേ ലാബിൻ്റെ കസ്റ്റോഡിയനാണ്. സർവേ ലാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ സർവേ ലാബ് മാത്രമല്ല, വേറെയും 2-3 ലാബുകളുണ്ട്. പക്ഷേ സർവേ ലാബിൻ്റെ കസ്റ്റോഡിയനായിരിക്കെ അവിടെ ആദ്യം ഒരു പാലക്കാടിലെ സാർ വന്നു. അയാൾ ഈ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഫസ്റ്റ് ഗ്രേഡ് പിന്നെ ഓർഡർ ഇട്ടിട്ടും ഏറ്റെടുത്തില്ല, അതങ്ങനെ പോയി. അവിടുന്ന് പിന്നെ ജൂണിൽ അജിത്ത് എ കെ എന്ന് പറഞ്ഞ കണ്ണൂർ പോളിടെക്നിക്കിൽ നിന്ന് 2.5 ലക്ഷത്തിൻ്റെ മിഷൻ കടത്തി. അവിടുന്ന് ഒഫീഷ്യൽ ഇഷ്യൂ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇഷ്യൂ, ഇവിടെ നിന്നൊക്കെ ഇഷ്യൂ ഉണ്ടാക്കി NGO യൂണിയൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞങ്ങളെ കോളേജിൽ വന്നു. ഇതൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പം വന്നിട്ട് ഇയാൾക്ക് സർവേ ലാബിൻ്റെ ചാർജ് കൊടുക്കണം എന്നുള്ളതിൽ ഇയാൾ എൻ്റെ കൂടെ സർവേ ലാബിലാണ് വന്നിരിക്കുന്നത്. സാധാരണ ഒരു എംപ്ലോയി, അയാളും ഞാനും അവിടുത്തെ സാധാരണ ജീവനക്കാർ. അയാൾ അവിടെ വന്നിരിക്കും, ഞാനും ഇരിക്കും. അയാൾ മട്ടന്നൂർ ഭാഗത്ത് എവിടെയാണ് വീട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചുരുക്കി പറയാന്ന് അല്ലാതെ മുഴുക്കൂല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു മദ്യത്തിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യും എനിക്ക്. അത് കൂടാതെ 10-13 പെർമനൻറ്റ് വേക്കൻസി വർഷങ്ങളായിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ. ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ വേക്കൻസി 10-13 വർഷങ്ങളായിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫില്ല് ചെയ്യാറില്ല. അപ്പോൾ എപ്പോഴും അഡ്ഹോക്കിന് ഇങ്ങനെ എടുക്കും, ഡെയിലി വേജസ്. അത് ആൾക്കാരെ സ്വാധീനം വെച്ചിട്ടും എടുക്കും, അല്ലാതെ എടുക്കും. അത് പിന്നെ ആരോ വിവരാവകാശം കൊടുത്ത് എംപ്ലോയ്മെൻ്റ് എന്നായി. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നും കുറച്ച്, പുറത്തുനിന്നും കുറച്ച്. അപ്പോൾ ഈ സർവേ ലാബിൽ സർവേ ഫീൽഡിൽ വർക്ക് ചെയ്ത 2 പെൺകുട്ടികളും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ കൂടെ മറ്റു കുട്ടികളും വന്നിരിക്കും. അങ്ങനെയാണ് സർവേ ലാബിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെയാണ്. അപ്പോൾ ഈ മനുഷ്യൻ എനിക്ക് വല്ലാണ്ട് മണക്കുന്ന സ്മെല്ല്. പിന്നെ ഇയാൾ കുട്ടികൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഇയാൾ പുറത്തേക്ക് പോയിട്ട് തുപ്പും, ഭയങ്കരമായിട്ട് തുപ്പും. അപ്പോൾ ഈ ഹാൻഡ്സ് ചുണ്ടിൽ വെച്ചിട്ടാണ് തുപ്പുന്നത്. അങ്ങനെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു. അപ്പം രാവിലെ എല്ലാം മണക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഇയാളോട് ചോദിച്ചു, നിങ്ങൾ കഴിച്ചിട്ടാണോ ഡ്യൂട്ടിക്ക് വരുന്നത്? അന്നേരം പറഞ്ഞു അല്ലാന്ന്, രാത്രി അത്യാവശ്യം കഴിക്കുന്നു. ശരി, അതൊക്കെ അവരവരെ ഇഷ്ടം. സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മാറിപ്പോണോ അല്ലേ? നമ്മൾ നമ്മളതായ വഴിക്ക് ദൂരം പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ പോവുകയാണ്.
പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തലേന്നത്തതല്ല, അന്നത്തത് തന്നെ. നല്ല മദ്യം നല്ലോണം കഴിച്ച് എല്ലാ സാധനവും ഉപയോഗിച്ച് മയക്കുമരുന്ന് അടക്കമുണ്ട്, കാരണം അക്രമാസക്തനാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ കാര്യം ആരോട് പോയി പറഞ്ഞു? എൻ്റെ ലാബ് ഫസ്റ്റ് ഗ്രേഡോട് പോയി പറഞ്ഞു. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക് ഇതാണ്: ഞാൻ എവിടെ വേണമെങ്കിൽ ഏത് ടെസ്റ്റിനും ഏത് അതോറിറ്റീൻ്റെ മുന്നിലും ഏത് ഏജൻസിൻ്റെ മുന്നിലും വരാൻ തയ്യാറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്: അതൊക്കെ തലേന്നത്തതായിരിക്കും, പക്ഷെ മൂപ്പരാളത്ര ശരിയല്ല, ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് കേട്ടത്. ഓ ശരി, എനിക്കിപ്പം വേറെ ഒന്നും പറ്റൂലല്ലോ പോയി പറയാനല്ലാതെ. 2-3 പ്രാവശ്യം പറഞ്ഞു. വേറൊരു സാറോടും ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ഞാൻ HODനെ 3 പ്രാവശ്യം കാണാൻ പോയി. സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ HODനെ ഞാൻ കാണാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ കാണാൻ പോയത് പെൺകുട്ടികൾ വരുന്ന ലാബിൻ്റെ കസ്റ്റോഡിയൻഷിപ്പ്. എനിക്ക് എന്ത് വൃത്തികേട് വന്നാലും ചോദ്യം എൻ്റെ അടുത്തേക്കായിരിക്കും. എന്നെ സംരക്ഷിക്കാൻ CPM ഒന്നും അന്നേരം ഉണ്ടാവില്ല, കുറച്ചും കൂടി ചെളിവാരിയിട്ട് ആഘോഷിക്കും. ഇതറിയുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻകൂർ ജാമ്യം നിലയിൽ ഇടപെടുന്നത്. അപ്പം ഈ ലാബിൻ്റെ ഫസ്റ്റ് ഗ്രേഡിന് ഞാൻ എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടുന്നതെന്നുള്ളൊരു ചോദ്യം ചോദിച്ചു എന്നോട്. ഇത് എനിക്ക് വേണ്ടുന്നതാണ്. എനിക്ക് ഇവന്മാരെല്ലാം കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് എനിക്കിത് വേണ്ടുന്ന കാര്യമാണ്. എൻ്റെ കസ്റ്റോഡിയൻഷിപ്പുള്ള ലാബിൽ മദ്യപിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും ചുണ്ടിൽ വെച്ചിട്ടും പ്രായപൂർത്തിയായ കുട്ടികളോ ഇനി പ്രായപൂർത്തി അല്ലാത്ത കുട്ടികളോ ഇനി സ്റ്റാഫായ പെൺകുട്ടികളോ വരുന്നിടത്ത് ഓൺലി ഈ കളവി വരുന്നിടത്തായാലും പറ്റൂല. അങ്ങനെ ഞാനത് ഫസ്റ്റ് ഗ്രേഡോട് പറഞ്ഞു. അയാൾ തലേന്നത്തതായിരിക്കും, ആൾ ക്രിമിനലാന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോടെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ 3 പ്രാവശ്യം സിവിൽ HODൻ്റെ അടുത്ത് പോയി. അപ്പം എന്നോട് പറഞ്ഞ വാക്ക് ഇതാന്നേ: ഇച്ചിരി തിരക്കാണ് എന്ന് പറഞ്ഞ് എന്നെ 3 പ്രാവശ്യം പെണ്ണുങ്ങൾ മടക്കി. അതിൻ്റെ ഇടയിൽ ഈ അഡ്ഹോക്ക് 2 പെൺകുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം എന്നെ എന്തെങ്കിലും ടെസ്റ്റിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. അപ്പോൾ 2 പെൺകുട്ടികൾ വന്നിട്ട് പറഞ്ഞു: മിസ്സേ, ഞങ്ങൾക്ക് ഇനി സർവേ ലാബിൽ ഇരിക്കാൻ പറ്റൂല. അപ്പം ഞാൻ ചോദിച്ചു എന്താ റീസൺ എന്ന്. ഞാനാണല്ലോ കസ്റ്റോഡിയൻ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇങ്ങനെ അജിത്ത് സാറ് വേണ്ടാത്തടത്തെല്ലാം നോക്കും, പിന്നെ ഈ നമ്മളെ മൊബൈലിൽ വീഡിയോസൊക്കെ വെച്ച് സൗണ്ട് കേൾപ്പിക്കും, പിന്നെ ഇങ്ങനെ ആണ് പറയുന്നത് മുഴുവൻ സെക്സ് വേർഡ്സാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട് ഇവിടെ ഇരിക്കാൻ. ഇതും ഞാൻ ഫസ്റ്റ് ഗ്രേഡോട് പോയിട്ട് പറഞ്ഞു ലാബിൻ്റെ. നിങ്ങളെന്തിനാ ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടുന്ന? അവർക്ക് പരാതിയില്ലല്ലോ, അവരുണ്ടെങ്കിൽ എന്നോടല്ലേ പറയേണ്ടത്, നിങ്ങളാരാ ഇത് പറയാന്നെല്ലാം ചോദിച്ചിട്ട് പിന്നെ ഇയാൾ എന്നോട് ഷൗട്ട് ചെയ്തു. പിന്നെ കൂടാതെ ഈ പ്രതീനെ വിളിച്ചിട്ട് അവൻ്റെ മുന്നിൽ ഈ ഫസ്റ്റ് ഗ്രേഡ് എന്നോട് ഷൗട്ട് ചെയ്തു. ഈ കുട്ടികളെന്തായി? അവസാനം ഇവർ കൂറുമാറി. ഇവർ HODൻ്റെ അടുത്തൊക്കെ പരാതി എത്തിയപ്പോൾ HODനെ ഈ പ്രതീൻ്റെ ഭാര്യ വിളിച്ചിട്ട് എൻ്റെ ഭർത്താവിന് അങ്ങനെ പറ്റിപ്പോയി, രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഈ അഡ്ഹോക്ക് പെൺകുട്ടികൾ, അതായത് ഗസ്റ്റ് ലാബ് സ്റ്റാഫിൻ്റെ എംപ്ലോയ്മെൻറ്റ് വന്ന കുട്ടികളെ കാര്യം ഇവരവിടെ വെച്ച് മുക്കി. അതിനുശേഷം ഈ അജിത്ത് എന്ന് പറഞ്ഞാൽ എന്നോട് അതിശക്തമായ വൈരാഗ്യം തുടങ്ങി. അതുവരെ സംസാരിച്ച് ക്യാൻറ്റീനിൽ എൻ്റെ കൂടെ കാപ്പി കുടിക്കാൻ വന്ന് വളരെ നല്ല രീതിയിൽ സംസാരിച്ചാക്ക് ഈ അഡ്ഹോക്ക് പെൺകുട്ടികളെ കാര്യം പുറത്തേക്ക് വന്നതിന് ശേഷം ഇയാൾക്ക് എന്നോട് സഹിക്കാൻ പറ്റാത്ത വൈരാഗ്യം. ഇയാൾ പിന്നീട് കൂടുതൽ കുടിച്ചിട്ട് വരും. പറശ്ശിനിക്കടവ് ബാറിൽ CCTV ആർക്ക് വേണമെങ്കിലും എടുക്കാം. അവിടെ പോയി ഇയാൾ 10:30 മണിക്ക്, കോളേജിൽ CCTV ഉണ്ട്, പോയി കുടിച്ചിട്ട് വരും. പല പ്രാവശ്യം ഇങ്ങനെ കുടിച്ചിട്ട് വന്നു. ഞാൻ എല്ലാവരോടും ആവുന്ന പോലെ പറയുന്നുണ്ട്. NGO യൂണിയൻ്റെ ഒരു സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. എന്നിട്ട് ഇവർ കുറച്ചാൾ കൂടി വന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ, അയാളെ കാര്യമൊന്നും നമുക്കറിയണ്ട, ടെക്നിക്കൽ സ്റ്റാഫ് തമ്മിൽ ഇവിടുന്ന് സംസാരം ഉണ്ടായിട്ട് സ്റ്റാഫിനെ മൊത്തം നാണക്കേടാക്കരുത്. ശരി, അതവിടെ തീർന്നു. യൂണിയൻ്റെ ഇടപെടൽ അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് സഹിച്ച് കുറേ ഇങ്ങനെ പോയപ്പം ഒരു ദിവസം ഉച്ചക്ക് ഞാൻ കയറിയിട്ട് എൻ്റെ ലാബിൽ ഇത് പറ്റൂല, ഇവിടെ ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇവൻ എന്നോട് നിൻ്റെതാണോ കോളേജ്, നിൻ്റെ അച്ഛൻ്റെതാണോടി കോളേജ്,
തുണിയില്ലാതെ തുള്ളുന്ന പുലിയടിച്ച് എന്ന് വിളിച്ചു. എന്ന് വിളിക്കുക മാത്രമല്ല, ഇയാൾ അതിന് മുന്നേ എന്നെ ഒറ്റപ്പാട് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട്, അതായത് സർവേ ലാബിൽ ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, സ്റ്റീൽ റൂളും ട്രൈപ്പോഡൊക്കെ എടുത്തിട്ട് ഇയാൾ എറിഞ്ഞു. അപ്പോൾ ഇയാൾ ആദ്യം തന്നെ ഞാനിത് ചോദിക്കുമ്പോൾ ഇയാൾ എന്നോട് ഷൗട്ട് ചെയ്തിട്ട് ആ ലാസ്റ്റ് കുറച്ച് ഭാഗം ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല, കാരണം ആക്രമിക്കുമ്പം ഉള്ളിൽ കയറാൻ പറ്റൂല. എൻ്റെ ലാബിലെ ഗതികേടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഡോറിൻ്റെ അടുത്ത് നിന്നിട്ട് പ്രതിരോധിച്ചു. ഒട്ടന്നെ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഫോണെടുത്ത് വീഡിയോ എടുത്തു. അപ്പം നിൻ്റെ അച്ഛൻ്റെ അതാണോ കോളേജ്, പിന്നെ തുണിയില്ലാതെ തുള്ളുന്ന പുലിയടിച്ച് നിൻ്റെ അച്ഛൻ്റെതാണോ കോളേജ് എന്നൊക്കെ ചോദിച്ചത് വീഡിയോയിൽ കിട്ടി. ഞാൻ തിരിച്ച് നായിൻ്റെ മോനെ നീ ആരാടെ എന്നെ തെറി വിളിക്കുക എന്ന് ചോദിക്കുന്നതും മുഴുവനായ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ഞാനത് കൊടുത്തിട്ടുണ്ട്, ആവശ്യപ്പെട്ടവർക്ക് തരാം. അതങ്ങനെ കഴിഞ്ഞു. നന്നായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പറഞ്ഞു. മേലാലും മദ്യപിച്ചിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ ചുണ്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ എൻ്റെ ലാബിൽ വരരുത്. കറക്റ്റ് 10:30 പോകും പുറത്തേക്ക് കുടിക്കാനായിട്ട്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇയാൾ ആദ്യം സൗഹാർദ്ദത്തിൻ്റെ മേലെ കൂടി സമ്മതിച്ചതാണ്. ലാബിൽ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ രംഗം മാറിയത്. അത് കഴിഞ്ഞ് ആ സംഭവം അവിടെ വെച്ച് കഴിഞ്ഞ് ഇത് നടക്കുന്നത് ഒരു 12-ന് മുന്നേ, ഞാൻ 12-ന് ഇയാൾ ഈ ലാബിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചതിന് കറക്റ്റ് എഴുതി SS-ൻ്റെ അടുത്ത് പോയി, CAൻ്റെ അടുത്ത് പോയി നമ്പർ ഇട്ട് പ്രിൻസിപ്പാളിന് പരാതി കൊടുത്തു. ആ പരാതി വരെ എടുത്തിട്ടില്ല. എൻ്റെ പരാതി റിട്ടേൺ എഴുതി കൊടുത്ത പരാതി താൽക്കാലികമായിട്ടിരിക്കുന്ന പ്രിൻസിപ്പാള് എടുത്തില്ല. അങ്ങനെ അതിന് ശേഷം ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് എനിക്ക് 2 ലാബുണ്ട്. ഇവൻ്റെ ദ്രോഹം സഹിക്കാൻ കഴിയാത്ത പിന്നെ ഞാൻ മറ്റൊരു ലാബിലാണ് ഇരിക്കല്. ഇവൻ ചാർജ് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. സർവേ ലാബിൽ, എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലെ ലാബിൽ പല വൃത്തികേടും നടക്കുന്നുണ്ട്. എൻ്റെ അനുവാദമില്ലാതെ ഇൻസ്ട്രുമെൻറ്റ്, വലിയ വില കൂടി ഇൻസ്ട്രുമെൻറ്റ് 3 ലക്ഷത്തിൻ്റെ ഒക്കെ എടുത്തിട്ട് ഇയാൾക്ക് സൗഹാർദ്ദമുള്ള സ്റ്റാഫിന് പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് കൊടുക്കും. ഇത് ഞാൻ നോക്കിക്കൊടുക്കണം. ഇനി ഡാമേജ് വന്നാൽ എൻ്റെ അടുത്തുനിന്ന് വാങ്ങും മേലാളന്മാർ. അങ്ങനെ ഇതൊക്കെ സഹിച്ചിരിക്കെ അവിടെ ഒരു പേരിന് ഒരു പട്ടീനെ കൊണ്ടിരുത്തെ ഇതിലും മാന്യമായിട്ട് കൈകാര്യം ചെയ്യും. ഒരു പുല്ലിന് കൊള്ളാത്ത ഒരു HOD ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും എന്താ സംഭവം എന്ന് ചോദിക്കാൻ ഈ ഫസ്റ്റ് ഗ്രേഡോ ഈ HODയോ ഈ പ്രിൻസിപ്പാളോ തയ്യാറായില്ല. അങ്ങനെ ഞാൻ 12-ന് ഒരു പരാതി കൊടുക്കുന്നു. 12/12/2024 ഓഫീസിലൊരു പരാതി കൊടുക്കുന്നു. ആ പരാതി വരെ എടുത്തില്ല. അതിനുശേഷം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ മറ്റൊരു ലാബിലിരിക്കുന്നു, CSA ലാബ്. അപ്പം പിന്നെ ആ ലാബിൽ ഞാൻ ഇരിക്കുമ്പോൾ എല്ലാവരും വരാന്തയിൽ ചിരിച്ചുകൊണ്ട് പോകുന്ന സ്റ്റാഫുകളെല്ലാം ചിരിക്കുന്നു. ഞാൻ 9 മണിക്ക് സൈൻ ചെയ്ത് കാപ്പി കുടിച്ചിട്ടാണ് ഞാൻ ആ റൂമിലേക്ക് പോകുന്നത്. കുട്ടികളെല്ലാം ചിരിക്കുന്നു, എന്നെ നോക്കുന്നു, കുട്ടികൾ ചിരിക്കുന്നു. ഞാനപ്പോൾ സത്യത്തിൽ എൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ, സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ ചിന്തിക്കുമല്ലോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. നമ്മളിപ്പോൾ സിബ് ഇടാതെ ഇരുന്നാൽ നോക്കൂലേ, അങ്ങനെ നോക്കി ചിരിക്കുന്നു. എന്തപ്പോൾ ഒന്നും ആയിട്ട് ഒരു മിസ്റ്റേക്കൊന്നുമില്ല, ഇനി ഉണ്ടെങ്കിലും തിരുത്താലോ. ഞാനെല്ലാം നോക്കി ഒന്നും കാണുന്നില്ല. അപ്പം എല്ലാവരും ചുമര് നോക്കിയിട്ടാണ് ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നോക്കുമ്പോഴേക്കും ഞാനും എഴുന്നേറ്റ് പോയപ്പോൾ ശ്രീലതയുടെ നഗ്ന വീഡിയോ 8 PM യൂട്യൂബ് എന്ന് എഴുതി വെച്ചിന്. ശ്രീലതയുടെ നഗ്ന വീഡിയോ 8 PM യൂട്യൂബ് എന്ന്. ഞാൻ 2 വർഷം മുന്നേ യൂട്യൂബ് തുടങ്ങിയതാണ്. ആ യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണം എൻജിനീയറിംഗ് കോളേജിലെ ചില ആൾക്കാരാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇത് കണ്ടു. അപ്പം ഞാൻ കസ്റ്റോഡിയൻഷിപ്പേ ഉള്ളൂ. ചാർജുള്ള പ്രൊഫസർ വിളിച്ചു. സാർ ഇങ്ങനെ എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാർ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ NGO യൂണിയൻ്റെ ഓഫീസിലെ 13 വർഷമായിട്ട് പരിചയമുള്ള ആളെ വിളിച്ചു. അയാളും ഒരു ബസ് ഡ്രൈവറും സർജൻറ്റും കൂടി ഓടി വന്നു. സംഭവം ശരി തന്നെ. ഉടനെ ഞാൻ പ്രിൻസിപ്പാളിന് ഇൻചാർജ്, അതായത് സീനിയോറിറ്റി മറികടന്നിരിക്കുന്ന മൊയിലാളിക്ക് കൊണ്ടുപോയിട്ട് ഒരു പരാതി കൊടുത്തു. വീണ്ടും 30-ാം തീയതി.
ആ പരാതി കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു, അത് പോലീസ് സ്റ്റേഷനിലേക്കും DT-യിലേക്കും ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞു വാക്കാലെ, ഞാനൊന്നും അറിയില്ല. ഈ എഴുതിയത് അവിടെ തന്നെ ഉണ്ട്, ഇന്നും അവിടെയുണ്ട്. ഈ പരാതി കൊടുത്തിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നോ കോളേജിൻ്റെ ഭാഗത്തുനിന്നോ ലോകത്തേടുന്നും ഒരു നടപടിയില്ല. ഇവൻ സസുഖം കോളേജിലുണ്ട്. എൻ്റെ മുന്നിൽ ഇവൻ പാട്ട് പാടി വെല്ലുവിളിച്ച് വീണ്ടും ഇവൻ പറശ്ശിനിക്കടവ് പോയി കള്ളു കുടിച്ച് എൻ്റെ മുന്നിലെ പാൻ പരാഗ് കുത്തിക്കയറ്റി എൻ്റെ മുന്നിലെ നടക്കുന്നു ഈ എഴുതിയിട്ടവൻ. അപ്പം ഈ എഴുതിയിട്ട ആളെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സെക്ഷനിൽ എത്രയും പെട്ടെന്ന് CCTV എടുത്തു. CCTV-യിൽ ഇവൻ തന്നെ, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, എടുത്ത ആൾ എന്നോട് പറഞ്ഞു ഇവൻ തന്നെയെന്ന്. CCTV ഉണ്ട്. ഇത്രയും എവിഡൻസ് ഉണ്ടായിട്ടും എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു പുഴു പോലും അനങ്ങുന്നില്ല. ഇവരെൻ്റെ മാനത്തിനോ എൻ്റെ മാനസിക പ്രശ്നത്തിനോ എൻ്റെ ജോലി സ്ഥലത്തെ എൻ്റെ സേഫ്റ്റിക്കോ ഈ നാറികൾ ഒരാളും ഒരു പുല്ലിൻ്റെ വില കൊടുത്തില്ല. ഇത് വളരെ സൈലൻ്റായിട്ട് മുക്കുന്ന മനസ്സിലാക്കിയ ഞാൻ, ആരുമില്ല എന്നോടിതാരും വന്ന് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നില്ല, ആരും ഇടപെടുന്നില്ല. അങ്ങനെയുള്ള ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ചോദിച്ചു എല്ലാവരോടും, ആരും കൈമലർത്തുന്നു. ഞാൻ ഇതറിഞ്ഞ എനക്കൊരാളെ നിർദ്ദേശമില്ല, എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ അന്നേരം വിചാരിച്ചു ഗേറ്റിൻ്റെ മുന്നിലിരിക്കാം, നാലാൾ അറിയട്ടെ എന്ന് വെച്ച് ഞാൻ ഗേറ്റിൻ്റെ മുന്നിൽ ഇരുന്നു. ഇൻ്റലിജൻസ് എന്നൊരാൾ വന്നു, എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അയാൾ തളിപ്പറമ്പ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു. അവർ വന്നിട്ട് ഈ മൊഴിയെടുത്തു. മൊഴിയെടുക്കുന്നതല്ലാതെ ഇവർ പിന്നെ അനങ്ങുന്നില്ല. മൊഴിയെടുക്കലല്ല എൻ്റെ ആവശ്യം. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. രാത്രി ഒരു 10:30 മണി, 9:30-10 മണിയായി കാണും, ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ ഒരുപാട് ലേഡീസും ഈ താൽക്കാലിക പ്രിൻസിപ്പാളും കുറേ ആണുങ്ങളും ഓഫീസുകാരൊക്കെ വന്നിട്ട് എന്നെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. അങ്ങനെ എൻ്റെ അമ്മയുടെ ഒറ്റക്കായതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല. ഈ അമ്മ ഒറ്റക്കാണ്. അമ്മക്കൊരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, വളരെ ഗുരുതരമായ ഓപ്പറേഷൻ. 75-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ് വളരെ വീക്കായ ഒരാൾ ഇവിടെയുണ്ട്. എന്നോട് എന്താ വരാത്തതെന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ SS-ഓട് പറഞ്ഞു, സാറ് എൻ്റെ പരാതി എടുത്ത് ഫോർവേഡ് ചെയ്ത സ്ഥിതിക്ക് സാറിനെ മാനിച്ചിട്ട് ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നു. അങ്ങനെ ഞാൻ രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിറ്റേന്ന് വീണ്ടും ഞാൻ പോയി ഗേറ്റിനിരുന്നു. അപ്പം ചില മുടന്ത ന്യായം ലേഡീസ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പടിപ്പുര ഗേറ്റിൽ വന്ന് ഇരുന്നതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽ ആരും പെട്ടില്ല. നിങ്ങളെ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. രാത്രി 9:30-ക്ക് ഒരു ഉളുപ്പില്ലാത്ത ന്യായീകരണം നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് മെയിൻ ഗേറ്റിൽ ഞാൻ പോയിരുന്നു. കുട്ടികളും സ്റ്റാഫും പോകുന്നിടത്ത് ഉച്ചക്ക് 12:30 വരെ പൊരി വെയിലത്തിരുന്നിട്ടും ഈ HOD ഫസ്റ്റ് ഗ്രേഡോ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു കുട്ടിയോ ഇവിടെ എന്തിനാ ഇരിക്കുന്നതെന്ന് വന്ന് ചോദിച്ചില്ല. കാണുന്ന സ്ഥലത്തിരുന്നിട്ടും ചോദിച്ചില്ല. ഈ താൽക്കാലികമായി ഇരിക്കുന്ന പ്രിൻസിപ്പാള് ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ലേഡി സ്റ്റാഫിനെ എൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് ഇവിടെ ഇരിക്കാൻ പാടില്ല, നാണക്കേടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കുണ്ടായ നാണക്കേടിന് പരിഹാരമാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്തിരിഞ്ഞു. അവർ കുറേ നോക്കി. അങ്ങനെ 12:30-ക്ക് തളിപ്പറമ്പ് CI വന്ന് എൻ്റെ മൊഴിയെടുത്ത് ഇവൻ്റെ പേരിൽ FIR ഇട്ടു. എൻ്റെ 2 ദിവസത്തെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് FIR ഇട്ടു. ഈ FIR ഇട്ടതല്ലാതെ ഇവനെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇവനെ ചോദ്യം ചെയ്യുന്നില്ല, യാതൊന്നുമില്ല. ഇവൻ വീണ്ടും കോളേജിൽ തന്നെ. ഒരു സ്ത്രീൻ്റെ അടുത്ത് ഇത്രമാത്രം തെമ്മാടിത്തരം കാണിച്ച ഒരാൾ കോളേജിൽ വരണമെങ്കിൽ എത്രമാത്രം ഈ നായിക്ക് അവിടുന്ന് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. നായിൻ്റെ പേര് പറഞ്ഞ നാണക്കേടാണ്, മൃഗത്തിന് നാണക്കേടാണ്. അവിടെ ഇല്ല മറ്റ് നായ്ക്കൾ ഈ നായ്ക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ എഴുതിയവൻ ഒരു കാരണവശാലും വരില്ല. ഇവൻ വന്നു. FIR ഇട്ടതിന് ശേഷം ഇവനെ ഒരാഴ്ച കാണുന്നില്ല. വീണ്ടും FIR ഇട്ടതിന് ശേഷം ഇവനെ ഒരാഴ്ച കാണുന്നില്ല. പിന്നെയും ഇവൻ വന്നു. ഒരാഴ്ചക്ക് ശേഷം ഇവൻ പിന്നെയും കോളേജിൽ വന്നു. പിന്നെ ഇവൻ്റെ ജോലി എന്താണെന്നറിയോ, എന്നെ ദൂരത്തുനിന്ന് പുലിയടിച്ച് നായിൻ്റെ മോളെ ഇവൻ ദൂരത്തുനിന്നില്ല ഇവൻ്റെ വിളി. പിന്നെ അതെല്ലാം ഞാൻ കണ്ടു കേട്ടില്ല നടിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ ഇവൻ ചെയ്തത് കാർക്കിച്ച് തുപ്പു.
എൻ്റെ ദേഹത്ത് കൊള്ളുന്ന വിധത്തിൽ ഇവൻ കാർക്കിച്ച് തുപ്പും. FIR ഇട്ട പ്രതി കോളേജിൽ വന്നിട്ട് ഒരാളും ഇടപെടുന്നില്ല, ഒരാൾ ചോദിക്കുന്നില്ല ഇവൻ എന്തിനാ വരുന്നതെന്ന്. ഞാൻ പല പ്രാവശ്യം താൽക്കാലിക പ്രിൻസിപ്പാളടുത്ത് പോയിട്ട് ചോദിച്ചു, സാറേ ഈ FIR ഇട്ട പ്രതിനെ എന്തിനാ നിങ്ങൾ എൻ്റെ ലാബിൽ എന്നെ കൊണ്ടിരുത്തുന്നത്? എന്നെ ഇത്ര എൻ്റെ പേര് വെച്ച് അപമാനിച്ചവനെ നിങ്ങൾ എന്തിനാ ഈ FIR ഇട്ട പ്രതിനെ കോളേജിൽ വരുത്തുന്നത്? പല പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞത് നിങ്ങളും അവനും എനിക്കിവിടെ ഒരുപോലെയാണെന്ന്. അന്ന് ഞാൻ ശരിക്കും തകർന്നു. പിന്നെ FIR ഇട്ട പ്രതിനെ സസ്പെൻഷൻ അടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ഇവർ പറയുന്നത് റിപ്പോർട്ട് കൊടുത്തു എന്ന്. ഞാൻ 2 ആഴ്ച ഈ FIR ഇട്ട പ്രതിൻ്റെ കൂടെ ജോലി ചെയ്തു. അവനും ഞാനും ഒപ്പിട്ടത് എഞ്ചിനീയറിംഗ് കോളേജിലെ രജിസ്റ്ററിലുണ്ട്. 2025 ഡിസംബർ ലാസ്റ്റ്, 24 ലാസ്റ്റ്, 25 ആദ്യമായിട്ട് FIR ഇട്ട ഡേറ്റും എൻ്റെ കയ്യിലുണ്ട്. ഇവൻ അതിന് ശേഷം 2 ആഴ്ച കോളേജിൽ ഒപ്പിട്ട ഡേറ്റിൻ്റെ എവിഡൻസ് കോളേജിലുണ്ട്. എന്നെ വീണ്ടും 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 ഉപദ്രവിച്ചു. ഒരു ദിവസം തുപ്പിയ സമയത്ത് ഞാൻ ഈ താൽക്കാലികൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. അയാൾ അതിന് യാതൊരു അനക്കവുമില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്. ഞാൻ പല പ്രാവശ്യം ഓഫീസിൽ SSൻ്റെ അടുത്തും സെക്ഷൻ ക്ലർക്കിൻ്റെ അടുത്തും പോയി ചോദിക്കുന്നുണ്ട്, FIR ഇട്ട പ്രതിനെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കാൻ കൂട്ടുവെക്കുന്നത്, എന്തുകൊണ്ട് അവനെ സസ്പെൻഷൻ അടിച്ച് പുറത്താക്കുന്നില്ല എന്ന് ചോദിച്ചു. ആ സമയത്ത് അവർക്കൊന്നും പറയാനില്ല, എല്ലാവരും കൈമലർത്തുന്നു. ഈ NGO യൂണിയനും KGOA എന്ന് പറയുന്ന സർവീസ് സംഘടനയും ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു പെണ്ണുങ്ങളെ ഉപദ്രവിച്ച പ്രതി വീണ്ടും വീണ്ടും കോളേജിൽ വന്ന് പിന്നെയും ദ്രോഹിച്ചത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രിൻസിപ്പാളെ ക്യാബിൻ ഉപരോധിച്ചിട്ട് അവിടെ ഇരുന്നു. ഇവനെ പുറത്താക്കാതെ ഞാൻ വീട്ടിൽ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ 10:30 അവിടെ ഇരുന്ന് 1 മണി വരെ അവിടെ ഇരുന്നു. എല്ലാവരും ഇതിലെ ബഹളം കേട്ട് പോന്ന്. ആരും എൻ്റെ പ്രശ്നം ചോദിക്കാനൊന്നും വന്നിട്ടില്ല. പലയാളും ബഹളം കേട്ടിട്ട് പ്രൊഫസർമാരായാലും ഇവരൊക്കെ വന്നു പോന്നു. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, എവിടെ വേണമെങ്കിലും ഏത് ടെസ്റ്റിന് ഞാൻ വരാൻ തയ്യാറാണെന്നില്ല, കളവുണ്ടെങ്കിൽ. അങ്ങനെ വന്നു പോന്നു. ഈ പ്രിൻസിപ്പാള് ഈസി ആയിട്ട് വേറൊരു മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ താൽക്കാലികൻ, സീനിയോറിറ്റി മറികടന്നിരിക്കുന്ന താൽക്കാലികൻ വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്, വേറൊരു നേതാവ് KGOൻ്റെ വേറൊരു നേതാവ് വന്നിട്ട് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞു പറ്റൂല എന്ന്. അങ്ങനെ ഒരു 2 മണിക്കുള്ളിൽ ഇവൻ്റെ സസ്പെൻഷൻ ഓർഡർ വന്നു. പ്രതിക്ക്. അപ്പം എന്നോട് CA പറഞ്ഞു ആ ഓർഡർ കൈപ്പറ്റി അയാളെ വിളിച്ചു കൊടുക്കണം, ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം മാനിച്ചിട്ട് നിങ്ങൾ ഒപ്പിട്ട് വീട്ടിൽ പോകണം. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിത്ത് പെർമിഷനോടുകൂടി സൈൻ ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വന്നു. അതൊരു വെള്ളിയാഴ്ചയാണ്. തിങ്കളാഴ്ച 11:30 മണിക്ക് എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് പുറത്തിട്ടിട്ട്, അതായത് ഒരുപാട് അലിഗേഷൻസ് വെച്ച് പുറത്തിട്ടിട്ട് ട്രാൻസ്ഫർ ഓർഡർ അടിച്ചു തന്നു താൽക്കാലിക. സാധാരണ ട്രാൻസ്ഫർ അല്ല, ഒരുപാട് സ്ഥാപനത്തിന് അപമാനം, സ്ഥാപനത്തിന് അസമാധാനമില്ല, കുട്ടികളെ പഠിപ്പിനെ ബാധിക്കുന്നു, ഓഫീസുകാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ 100 തെമ്മാടിത്തരം എൻ്റെ മേലെ ചാർത്തിയിട്ട് ഇവൻ എനിക്ക് എന്ത് തന്നു, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് റിലീവ് ചെയ്തു, എന്നെ പുറത്തിട്ടു. ശരിക്കും ഇതിന് മുന്നേ അലിഗേഷൻസ് വെച്ച് തരുന്ന ട്രാൻസ്ഫറിന് ഇയാൾ എൻ്റെ അടുത്തൊരു വിശദീകരണം ചോദിക്കണം. അത് ചോദിച്ചിട്ടില്ല. ഞാൻ ചെയ്യാത്ത തെമ്മാടിത്തരം വെച്ച് പിന്നെ ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഞാൻ ഒപ്പിട്ടില്ല, ഞാൻ ജോയിൻ ചെയ്തില്ല. ഞാൻ നേരെ ട്രിബ്യൂണലിൽ പോയി. തെമ്മാടിത്തരം എഴുതി ചേർത്തുകൊണ്ട് എനിക്ക് അവിടുന്ന് സ്റ്റേ കിട്ടിയില്ല. ഞാൻ എൻ്റെ വീട്ടിലിരുന്നു. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരാളെന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ ഈ സമയം വരെ കിട്ടിയിട്ടില്ല, ശ്രീലതേനെ സസ്പെൻഷനാക്കി എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ട് ആഘോഷിക്കുന്നതായിട്ടൊരു വിവരം കിട്ടി. അതേ ഇന്ന് വരെ ഉള്ളൂ. അപ്പോൾ എനിക്കൊരാൾ, ഞാൻ അതിൻ്റെ PDF ചോദിച്ചപ്പോൾ തന്നു. എന്നെ പിന്നെ കേരള മുഖ്യമന്ത്രിനെ യൂട്യൂബ് വഴി ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സസ്പെൻഷൻ. അങ്ങനൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണിക്കാൻ ഞാൻ ഈ കേരള സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നു. CPM എന്ന് പറഞ്ഞ പാർട്ടീനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളെ ഭാര്യക്കും മോക്കും ഇങ്ങനൊരവസ്ഥ വന്നാൽ നിങ്ങളെങ്ങനെയായിരിക്കും പ്രതികരിക്കുക?
ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു എന്ന് പറയുന്ന ലേഡി ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും പ്രതികരിക്കുക? അത് ഞാൻ യൂട്യൂബിൽ ചോദിച്ചതാണ്. നേരെ മറിച്ച് മുഖ്യമന്ത്രിനോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിനോ തെറി പറഞ്ഞ വീഡിയോ ഈ സമൂഹത്തിലൊരു വ്യക്തി ശ്രീലു മൈ ലൈഫ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടെങ്കിൽ ആ എവിഡൻസ് കൊണ്ട് തന്നാൽ ഞാൻ നിങ്ങൾ പറയുന്ന ഡേറ്റിന് എൻ്റെ ജോലി രാജിവെക്കാം. ഇപ്പോഴത്തെ അവസ്ഥ, ഞാൻ 3 മാസമായിട്ട് സസ്പെൻഷനിലാണ്. ശമ്പളമില്ല, ഒന്നുമില്ല. എനിക്കെൻ്റെ അർഹതപ്പെട്ട ജോലി ചെയ്യാനും എനിക്കെൻ്റെ അമ്മേനെ നോക്കാനുമില്ല. നീതി നിഷേധം നടത്തി തെമ്മാടിത്തരം ചെയ്തവർ ഇന്നും കോളേജിൽ വിലസുന്നു. അതായത് ഞാൻ എല്ലാ വിവരവും പറഞ്ഞ് പോയ ഫസ്റ്റ് ഗ്രേഡ് ഒരു പട്ടീൻ്റെ വില ഒരു സ്ത്രീൻ്റെ മാനത്തിന് കൊടുക്കാത്ത HOD എന്ന് പറയുന്ന ഒരു അശ്രീകരം പിടിച്ച് ഒരു ഈഗോ എന്ന് പറഞ്ഞ മനുഷ്യത്വമില്ലാത്തൊരു അശ്രീകരം പിടിച്ച ഒരു ഫ്രോഡ് ലേഡി അവരെന്നോട് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ശ്രീലതക്ക് എന്താണ് പ്രശ്നം എന്ന്. അവൾ സംസ്ഥാന തലത്തിൽ ഷീൻ്റെ ആരവാന്ന് പോലും. കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. ആ സ്ത്രീ ഈ സമയം വരെ എന്നോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ എന്തിനാ 3 പ്രാവശ്യം എന്നെ കാണാൻ വന്നത്, എന്താണ് ശ്രീലതേൻ്റെ പ്രശ്നം എന്ന് HOD എന്നുള്ള നിലയിൽ വാക്കാല് പോലും ചോദിച്ചിട്ടില്ല. അവൾ 2 അഡ്ഹോക്ക് സ്റ്റാഫിൻ്റെ സ്ത്രീ പീഡന പരാതി മുഖ്യതാണ് HOD. എന്നെ അടക്കം വിളിച്ചിനതിന് മൊഴിയെടുക്കാൻ കോളേജിൽ വെച്ച് മുക്കിയിട്ടുണ്ട്. സ്ത്രീ പീഡനം മുക്കി കോളേജിൽ നിന്ന്. എൻ്റെ പീഡനം ഞാനായിട്ട് പുറത്തു വിട്ടു. അതിനാണ് എന്നെ സസ്പെൻഷൻ അടിച്ചതും ട്രാൻസ്ഫർ അടിച്ചതും. ഈ നീതി നിഷേധത്തിനെതിരെ ഞാൻ ഘോരം യൂട്യൂബ് വഴി പ്രതിഷേധിച്ചു. അങ്ങനെയാണ് പബ്ലിക് അറിഞ്ഞത്. ഇവർ മീഡിയാസിനെ മുക്കി, ഇവർ മാധ്യമങ്ങളെ മുക്കി, ഇവർ പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. അവൻ്റെ ഫോട്ടോ പുറത്തു വിട്ടില്ല, അവനെ ചോദ്യം ചെയ്തിട്ടില്ല ഇന്ന് വരെ പോലീസ്. അവൻ്റെ പേരിൽ FIR ഇട്ടത് എൻ്റെ ഒറ്റയാൾ പോരാട്ടം കൊണ്ടിട്ടു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇവൻ 2ാമത് കോളേജിൽ വന്ന് എന്നെ ദ്രോഹിച്ചതിൻ്റെ മുഴുവൻ എവിഡൻസും കോളേജ് രജിസ്റ്ററിലുണ്ട്. എന്നിട്ടും തളിപ്പറമ്പ് CIക്ക് ഞാൻ പരാതി കൊടുത്തു. 2.5 മാസമായിട്ടും CI പരാതി എടുത്തില്ല. 2.5 മാസമായിട്ടും CI പരാതി എടുത്തില്ല. എന്നിട്ട് ഈ താൽക്കാലികമായിട്ടിരിക്കുന്ന പ്രിൻസിപ്പാളെ അച്ഛനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ FIR ഇടിച്ചു. ഇവർ പാർട്ടി സ്വാധീനം വെച്ചിട്ട്, അതായത് കേരളം ഭരിക്കുന്ന CPM എന്ന പാർട്ടീൻ്റെ സർവീസ് സംഘടന എൻജിനീയറിംഗ് കോളേജിലെ സ്ത്രീ പീഡനവും ജോലി സമയത്തെ മദ്യപാനവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നത് മൂടി താൽക്കാലികമായിട്ട് വരുന്ന ഒരു ജീവനക്കാരൻ ദ്രോഹിച്ചു. പെർമനൻ്റ് സ്റ്റാഫായ എന്നെ പരസ്യമായിട്ട് എഴുതി 2013 പോഷ് ആക്ട് പ്രകാരം അവന് FIR ഇട്ട പ്രതിന വീണ്ടും NGO യൂണിയനും KGOയും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സംരക്ഷിച്ചിട്ട് എന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വെളിയിലിട്ട് എൻ്റെ ജോലി ചെയ്യാനുള്ള അധികാരത്തിനും അവകാശത്തിനും 78 വയസ്സായ അമ്മേനെയും നോക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിട്ട് എന്നെ വെളിയിലിരുത്തി. പ്രതിയും ഇവരും തമ്മിൽ ഗൂഢാലോചന നടത്തി CPMൻ്റെ ഒത്താശയോടുകൂടി പാർട്ടി പ്രൊട്ടക്ഷനോടുകൂടി എഞ്ചിനീയറിംഗ് കോളേജിൽ വാഴുന്നു. ഞാൻ വെളിയിലുണ്ട്. ഇതാണ് ഇതിൻ്റെ നഗ്നമായ സത്യം. മുഴുവൻ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. നുണപരിശോധനയ്ക്ക് ഞാൻ ആരാവശ്യപ്പെട്ടാലും വരും. എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. ഈ പറഞ്ഞതിൽ കൂടുതലല്ലാതെ മറന്നു പോയതല്ലാതെ ഇതിൽ കൂട്ടിച്ചേർക്കാനല്ലാതെ ഇതിൽ നിന്നൊന്നും ഒഴിവാക്കാനില്ല. പിന്നെ ഞാൻ ഈ സത്യം ലോകം അറിയാൻ വേണ്ടി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ രാത്രിയും പകലും അഴുക്ക് വെള്ളത്തിലും മഴയിലും വെയിലത്തും പോയി കിടന്നു. ഒരൊറ്റ ചാനലുകാർ സർക്കാരിൻ്റെ ഭീഷണി കാരണം വന്നില്ല എൻ്റെ വാർത്ത കൊടുക്കാൻ. ഞാൻ എൻ്റെ യൂട്യൂബ് വഴി കുറച്ചെല്ലാം പുറത്തു വിട്ടു. അപ്പം ഇതൊക്കെയാണ് എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്ന തെമ്മാടിത്തരം. എന്നിട്ടും ഇവർ എന്നെ തിരിച്ചെടുക്കാനോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ആരും ശ്രമിക്കാതെ ഇവർ തെമ്മാടിത്തരത്തിൻ്റെ പരകോടിയിൽ നിൽക്കുകയെന്ന്. ഞാൻ ആത്മഹത്യ ചെയ്യൂലെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇവരെന്നെ കൊന്നു കെട്ടിത്തൂക്കാനും
പിന്നെ ഹെൽത്തിലെ ജീവനക്കാരിയും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനും ഒക്കെ മരിച്ച പോലെ ആ മരണത്തിൻ്റെ ലിസ്റ്റിലേക്ക് എന്നെ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏത് സമയം കൊല്ലപ്പെടാം, അല്ലെങ്കിൽ വെട്ടപ്പെടാം, വെട്ടി നുറുക്കി എന്നെ 4 കഷ്ണാക്കാം. പക്ഷേ അവരത് ചെയ്യുന്നവരെ ഞാൻ എൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടും. അത് 100% ഉറപ്പാണ്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല. എൻജിനീയറിംഗ് കോളേജിൽ പിന്നെ സ്ത്രീകളെയും പിന്നെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളെയും കേന്ദ്രമാക്കി മാറ്റുന്നത് എൻ്റെ പേരിൽ എഴുതിയപ്പോൾ മാത്രമാണ് ഞാൻ പുറത്ത് വന്നത്. അവിടെ സ്റ്റാഫ് തമ്മിലുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഡ്യൂട്ടി സമയത്ത് നടക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട പലയാളുണ്ട്. എല്ലാവരും എല്ലാം മുക്കി ഞാനും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുവാണ്. ഞാൻ എൻ്റെ പേരിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രം പ്രതികരിച്ചത്. അഡ്ഹോക്ക് ഫാക്കൽറ്റിക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ കോടതി പോയിക്കോട്ടെ, അത് എന്നെ ബാധിക്കുന്നതല്ല. പക്ഷെ അതവിടെ മുക്കിയിട്ടുണ്ട്. അതേപോലെ പലതും മുക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത പലതും അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാനല്ല പറയേണ്ടത്. എൻ്റെ പേരിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രം ഇവനെ CPM പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തേക്ക് വന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഇത്രയും തെമ്മാടിത്തരം നടന്നിട്ടും ആരും അനങ്ങാത്തത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് DGPനെ ഡയറക്റ്റ് കണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എൻക്വയറി നടക്കുന്നു. അതിൽ വെള്ളം ചേർക്കാനാണ് ഇവർ ഉദ്ദേശമെങ്കിൽ അതിശക്തമായ പോരാട്ടം ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുടരും. പ്രതിക്കിട്ട അതേ പോഷ് ആക്ട്, ഞാൻ 2 ദിവസം വെളിയിൽ നിന്ന് പ്രതിക്കിട്ട അതേ പോഷ് ആക്ട് ലാബ് ഹെഡിന് HODക്ക് താൽക്കാലികമായിട്ട് ഇരുന്നവന് ഇവരെ 3 ആളെ ഒത്താശയോടുകൂടി എൻ്റെ സസ്പെൻഷനിലും എൻ്റെ ട്രാൻസ്ഫറിലും ഒപ്പിട്ട ഡയറക്ടർ ഈ 4 ആൾക്കെതിരെ പോഷ് ആക്ട് ഇട്ട് അവർക്ക് FIR ഇട്ട് അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നവരെ പോരാട്ടം തുടരും. ഞാൻ ഈ പോരാട്ടത്തിന് ഇനി പബ്ലിക്കിലേക്കും പ്രതിപക്ഷത്തിനെയും മറ്റ് പാർട്ടികളെ ഒന്നും സമീപിച്ചിട്ടില്ല. ഞാൻ ഇനി സമീപിക്കും. എൻജിനീയറിംഗ് കോളേജിലെ ഒറ്റപ്പാട് തെമ്മാടിത്തരങ്ങൾ ഇതിലും കൂടുതലുള്ളത് പുറത്തേക്ക് വരാനുണ്ട്. ഞാനിത് പരസ്യമായിട്ട് പറയും. എൻ്റെ പേരെഴുതി വെച്ചവനെ സംരക്ഷിച്ചവർക്ക് മാപ്പില്ല. എന്ത് വില കൊടുത്തിട്ട് നേരിടും. പിന്നെ ഞാൻ പരസ്യമായിട്ട് പറയുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യൂല. എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി കണ്ണൂരെ CPM ലോബി, എൻജിനീയറിംഗ് കോളേജിലെ CPMൻ്റെ സർവീസ് സംഘടനകളാണ് അതിൻ്റെ പിറകിൽ. അതുകൊണ്ട് മദ്യവും മയക്കുമരുന്നും ലഹരിയും ഉപയോഗിച്ചവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സാധാരണ ഒരു സ്ത്രീൻ്റെ ജോലി ചെയ്യാനും ജീവിക്കാനും വയസ്സായ അമ്മേനെ നോക്കാനുള്ള മൗലികാവകാശത്തിന് തടയിടുന്നവർക്കെതിരെ സമൂഹം ചോദിക്കൂ. എനിക്ക് ചോദിക്കാൻ ഇത്രേ ഗതിയുള്ളൂ. സ്വമേധയ സമൂഹം ചോദിക്കൂ. ബഹുമാനപ്പെട്ട കോടതി ഇടപെടൂ. പ്രതിപക്ഷ സംഘടന എന്ന് പറഞ്ഞ് നടക്കുന്നവരിടപെടൂ. സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരിടപെടൂ. നിങ്ങളെല്ലാം ഇടപെട്ടോ. എവിഡൻസ് തരാൻ ഞാൻ തയ്യാറാണ്. ഏതെവിടെ വരാനും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനും വ്യക്തമായ എവിഡൻസ് തരാനും ഞാൻ ഇവരാൽ കൊല്ലപ്പെടുന്നത് വരെ, ഇവർ കൊല്ലുന്നത് വരെ ഞാൻ തരാൻ തയ്യാറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് വെച്ചിട്ട് സമൂഹം പ്രതികരിക്കണം. നാളെ ആർക്കും ഈ വക ഗതി ഉണ്ടാവാൻ പാടില്ല. FIR ഇട്ട പ്രതിനെ വീണ്ടും വരുത്തി ഉപദ്രവിച്ച രേഖ കോളേജിലുണ്ട്, രജിസ്റ്റർ ഉണ്ട്, പിന്നെ CCTV ഉണ്ട്. പിന്നെ ഞാൻ 2.5 മാസം മുന്നേ പിന്നെ ഇവിടെ തളിപ്പറമ്പ് CIക്ക് കൊടുത്ത കംപ്ലൈൻറ്റും ഉണ്ട്. 49/50 49/50 ആ പരാതി. അതായത് FIR ഇട്ട പ്രതി വീണ്ടും കോളേജിൽ വന്ന് ഉപദ്രവിച്ചു എന്നെ. ആ പരാതി 2.5 മാസമായിട്ട് എടുത്തിട്ടില്ല. ഇപ്പോൾ DGPൻ്റെ എൻക്വയറി നടക്കുന്നുണ്ട്. അത് സത്യസന്ധമായ റിപ്പോർട്ടും ഈ പ്രതികൾക്കെതിരെ FIR ഇട്ട് സസ്പെൻഷൻ അടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങും, ജീവൻ പോന്നവരെ. പിന്നെ എൻ്റെ ലക്ഷ്യം കണ്ടിട്ട് മാത്രമേ മടങ്ങൂ. ഇതാണ് എൻജിനീയറിംഗ് കോളേജിലുണ്ടായ സംഭവത്തിൻ്റെയും എൻ്റെ പ്രതിഷേധത്തിൻ്റെയും ചുരുക്കരൂപം.
ചുരുങ്ങിയ രൂപം. ഇതിലും കൂടുതൽ തെമ്മാടിത്തരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും പാർട്ടി സ്വാധീനത്തിലും ഒരുപാട് വൃത്തികേടും ഇല്ലീഗൽ റിലേഷൻഷിപ്പും തെമ്മാടിത്തരും. ഒരു ചെറിയ ദേശ് ആലയം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാഫുകൾ അഴിഞ്ഞാടുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിൽ എഴുതി വെച്ചേനി എനിക്ക് നീതി കിട്ടണം. ഒരു സ്ത്രീനെ അപമാനിച്ച് ജോലി ചെയ്യാനുള്ള എൻ്റെ അവകാശത്തിനെ നിഷേധിക്കാൻ കൂട്ടുനിന്നവർക്ക് ശിക്ഷ കിട്ടുന്നവരെ, അവരെ പുറത്താക്കുന്നവരെ, അവരെ സസ്പെൻഷൻ അടിക്കുന്നവരെ എൻ്റെ പോരാട്ടം തുടരും. ഇതാണ് സത്യസന്ധമായ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ചെറിയൊരു സംഭവത്തിൻ്റെ രൂപം പറയാനുള്ളത്. ഇത് ചെറുതല്ല, അതിഗുരുതരമായതാണ്. ഞാൻ സെലിബ്രിറ്റി അല്ല, ഞാൻ പാട്ടുകാരനല്ല, ഒന്നും അല്ലാത്തത് കൊണ്ടാവാം എന്നെ ആരും തിരിഞ്ഞു നോക്കാത്തത്. സംഭവം ഇതാണ് സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിൻ്റെ നാടും ഓരോ പിതൃത്വം അന്വേഷിച്ച് നടക്കുന്ന ചാനലുകാരെയും രാഷ്ട്രീയക്കാരെയും മുന്നിൽ വെക്കാനുള്ള വീഡിയോ. ഇതിൻ്റെ സത്യസന്ധമായ മുഴുവൻ എവിഡൻസും എഞ്ചിനീയറിംഗ് കോളേജിൽ CCTV കേടായില്ലെങ്കിൽ CCTV പറയും. ധർമ്മശാല ഉള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ CCTV പറയും. സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ രജിസ്റ്റർ പറയും. പറശ്ശിനിക്കടവിലെ ബാറിലുള്ള CCTVയും പറയും ഇതിൻ്റെ സത്യം. ഞാൻ എവിടെ വരാനും ഏത് ടെസ്റ്റിനും ഇത്രയും പറഞ്ഞതിൻ്റെ രേഖ എവിടെ തരാനും തയ്യാറാണ്. ആരെ മുന്നിലും ഈ രേഖയും കൊണ്ട് വരാൻ തയ്യാറാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു എൻക്വയറിക്ക് വെയിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള സമരം. ഇതാണ് ഇതിൻ്റെ ചുരുങ്ങിയ രൂപം. ബാക്കി പറയാനുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇത്രയും എന്നെ അന്വേഷിച്ചവർക്കുള്ള ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതൊരു യൂട്യൂബിലിട്ടിട്ട് ഇവൾ ബിസിനസ് മൈൻഡിൽ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ സ്വഭാവം മോശമാണ്. ഞാൻ ലക്ഷങ്ങൾ കടം വാങ്ങി കൊടുക്കാനുള്ള ആളാണ്. പലരും സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങി പറ്റിച്ച് നിന്നൊക്കെ പാട്ട് പാടുന്നുണ്ട് കോളേജിൽ. ഒരു എവിഡൻസ് തന്നാൽ ജോലി രാജിവെക്കാം. ജോലി രാജിവെക്കാം. പരസ്യമായി വെല്ലുവിളിക്കുന്നു. ആർക്കൊക്കെ എന്തൊക്കെ തരാനുണ്ട്, ആരൊക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, ആരൊക്കെ അവിഹിതമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെ കൂടെ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളൊന്നിലൊരു പരസ്യമായിട്ട് FBയിൽ വന്നിട്ടൊരു എവിഡൻസ് ഉണ്ട്. ഞാനെല്ലാം മതിയാക്കാം. നിങ്ങളെ കൂടെ ഞാൻ എവിടെ വന്ന് കിടന്നു, നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് വാങ്ങി, നിങ്ങൾക്ക് എത്രായിരം തരാനുണ്ട്, ഒന്ന് പച്ചക്ക് വന്നിട്ട് പരസ്യമായിട്ട് പറയാം. ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളാ എഞ്ചിനീയറിംഗ് കോളേജിലെ ആൾക്കാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ വീഡിയോ വഴി വെല്ലുവിളിക്കുന്നു. പിന്നെ സ്വഭാവം ശരിയാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? കോളേജിൽ ഞാൻ എന്തെങ്കിലും അലിഗേഷൻസ് നടത്തിയിട്ടുണ്ടോ? 22 വർഷത്തിലെ സർവീസിൽ ഒരു മെമ്മോ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരസ്യമായിട്ട് തരാൻ, അല്ലെങ്കിൽ ഞാനിട്ട പോലെ ഒരു വീഡിയോ തിരിച്ചിടും. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇനി ഈ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ എൻ്റെ ഈ വീഡിയോൻ്റെ മേലെ പൊതുസമൂഹം ഒരു കേസെടുക്കണം. കാരണം അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഞാൻ ഈ ഫേസ്ബുക്കിലിട്ട വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്തെങ്കിലും തെറ്റായതാണെങ്കിൽ എനിക്കെതിരെ ഒരു കേസെടുക്കണം പയ്യന്നൂർ പോലീസ്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റായിട്ട് പൊതുസമൂഹത്തിനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ഒരു FIR ഇട്ട് കേസെടുക്കാൻ ആരെങ്കിലും ഒരു പരാതി കൊണ്ട് കൊടുക്കണം പയ്യന്നൂർ സ്റ്റേഷനിൽ. ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുള്ളതാണ്.